മീറ്റിംഗ് സൂപ്പറായിരുന്നു. ഇങ്ങനെ ഒരു ഡയലോഗുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഡയലോഗ് ഉണ്ടെങ്കിൽ അത് നിർത്തണം. മീറ്റിംഗ് സൂപ്പറായിരുന്നു എന്നല്ല ഇവിടുത്തെ വിഷയം. നിന്നെ അകത്ത് അല്ലെങ്കിൽ നിന്നെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്തോ എന്നാണ് ഇവിടുത്തെ വിഷയം. ഭയങ്കര ആരാധനയായിരുന്നു, ഭയങ്കര ദൈവശക്തിയായിരുന്നു. അവർ വീണു, ഇവർ തെറിച്ചു, അവിടെ അങ്ങനെ നടന്നു. ഈ മാറ്ററുകളെ ഉപേക്ഷിക്കണം. ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലെന്ത് പ്രവർത്തിച്ചു? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ എന്താണ് ചെയ്തത്? എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവുമായി എന്താണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്? ഇതായിരിക്കണം നമ്മുടെ ചിന്ത. ഇനി തുറന്നുള്ള ഓരോ ദിവസവും ശക്തന്മാരായ അഭിഷക്തന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കും. അതിശക്തമായ ദൈവവചനത്തിൻ്റെ ശക്തിയോട് അവർ വരും. അപ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത് മീറ്റിങ്ങിന് എന്തെന്നല്ല, ഈ മീറ്റിംഗ് മുഖാന്തരം എനിക്കെന്ത് മാറ്റം ഉണ്ടായി? ഒരു ഹല്ലേലൂയ പറഞ്ഞു. മീറ്റിങ്ങിൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമല്ല ഇവിടുത്തെ വിഷയം, നിന്റെ മേലിറങ്ങുന്ന ദൈവ സാന്നിധ്യമാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു വരണമെന്നതാണ്. ആമേൻ. നമ്മൾ എന്തു പറയുന്നുവോ അത് നമുക്ക് കാണണം. അടുത്തയാളോട് പറഞ്ഞ ഇന്ന് പറയുന്ന കാര്യം നീ കാണണമെന്ന് പറഞ്ഞു. നമ്മൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്. എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമ്മൾ കേട്ട് രസിക്കുന്നവരാണ്. പക്ഷെ ഇത് കേട്ട് രസിക്കാനുള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ഫോളോ ചെയ്യുന്നതും ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്തുടരുന്നതും ഇതിനകത്ത് എഴുതപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. ആ കയ്യിലിരിക്കുന്ന ബൈബിളിൽ കൈ ഒന്ന് വെച്ചിട്ട് പറഞ്ഞ് ഇതിനകത്ത് എഴുതപ്പെട്ടത് എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എല്ലാവരും പറഞ്ഞ്, ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം കൈ വെച്ചിട്ടൊന്ന് പറഞ്ഞ് ഇതിനകത്ത് ദൈവം എന്താണോ എഴുതിയത് അത് എൻ്റെ ലൈഫിൽ വെളിപ്പെട്ടു വരും. ആമേൻ. ഓക്കെ, ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. എഴുതപ്പെട്ട വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. വാവ്, കൈ അടിക്കുന്നെങ്കിൽ നന്നായിട്ട് അടിച്ചോ. ഇവിടെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. നിങ്ങളാരും പേടിച്ചൊന്നും ഇരിക്കരുത്, സ്വാതന്ത്ര്യത്തോടെ ഇരിക്കണം. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തോ ഉണ്ട്, വിടുതലയുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ഇപ്പോഴും പേടിച്ചിരിക്കുക. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വന്ന പോലെ ഇരിക്കും. ഈ പരിപാടിയൊന്നും നടക്കില്ല. ചിരിച്ചുകൊണ്ടിരുന്നേ. അയ്യോ, അങ്കിൾമാരൊക്കെ എന്താ ഹെഡ് വെയിറ്റ് എന്ന് നോക്ക്. നിങ്ങൾ ഭർത്താവായിരിക്കാം, പക്ഷെ കർത്താവല്ലല്ലോ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചിട്ട് പോവുകയാണ്, അല്ലാതെ ഇവിടെ വലിയ സംഭവമൊന്നുമല്ല. വലിയ ഫിഗറൊന്നും പിടിച്ച് ആരും ഇരിക്കണ്ട. നമുക്കെന്തോ ഫിഗറാവുള്ളത്? കർത്താവില്ലേ, ഒരു ഫിഗറും ഇല്ല. അപ്പം ഫിഗറൊക്കെ വിട്ടിട്ട് സന്തോഷത്തോടെ, ചിരിച്ചുകൊണ്ട്, സ്നേഹത്തോടെ. ഏറ്റവും വലിയ അത്ഭുതം ഒരു ചർച്ചിൽ നടക്കണമെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കണം, ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ മിറക്കിൾസുകൾ, ഏറ്റവും വലിയ ബ്ലെസ്സിങ്സുകൾ ഒരു ചർച്ചിൽ, ഒരു വീട്ടിൽ, ഒരു വ്യക്തിയിൽ സംഭവിക്കണമെങ്കിൽ അയാളിൽ വ്യാപരിക്കേണ്ട ഏറ്റവും വലിയ കൃപാവരം സ്നേഹത്തിൻ്റെ കൃപാവരമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ രോഗികളെ സൗഖ്യമാക്കുന്ന കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ സഭയോട് പറഞ്ഞ ഏറ്റവും വലിയ സത്യം, എല്ലാ കൃപാവരങ്ങളും അദ്ദേഹം പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൃപാവരം പറയാം, ഏറ്റവും മഹത്തായ ഒരു കൃപാവരം പറയാം. അത് സ്നേഹത്തിൻ്റെ വരമാണ്. ഏറ്റവും വലിയ സ്നേഹം എവിടെയുണ്ടോ അവിടെ ഏറ്റവും വലിയ അത്ഭുതമുണ്ട്. എന്തുകൊണ്ട് സഭകളിൽ അത്ഭുതം നടക്കുന്നില്ല? പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടല്ല, സ്നേഹമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ കൃപാവരത്തിൽ വിശ്വസിക്കണം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു മഹത്തായ കൃപാവരമുണ്ട്. അത് സ്നേഹത്തിൻ്റെ കൃപാവരമാണ്. ആ കൃപാവരം നമ്മിൽ വ്യാപിച്ചാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ ജനിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ, എൻ്റെ ദൈവം സ്നേഹം തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ടാണ് പറയുന്നത്.
നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള പ്രാർത്ഥനയുടെ വര ഉപയോഗിക്കുന്നതിനേക്കാൾ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ വര ഉപയോഗിക്കണം. ഇതൊന്നും നമുക്കറിയാത്തതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു രോഗി വരിക, എന്നോട് പ്രാർത്ഥിക്കാൻ പറയാം. ഞാൻ എന്താ ചെയ്യുന്നത്? കർത്താവേ, എൻ്റെ മേൽ ഭയങ്കര അഭിഷേകമുണ്ട്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ ചെയ്തു, ഇവിടെ പോയപ്പോൾ അങ്ങനെ ചെയ്തു, രോഗം സൗഖ്യമാകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ അകത്ത് നിന്ന് ആ വ്യക്തിയോടൊരു സ്നേഹം റിലീസാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതാണ് യേശു ഉപയോഗിച്ചത്. യേശുവിൻ്റെ മുമ്പിൽ വന്നൊരു രോഗിയോട് യേശു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, എനിക്ക് രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, ഞാൻ രോഗം സൗഖ്യമാക്കാൻ പോകുന്നു. നോ, അവൻ അയാളോട് കരുണ കാണിച്ചു, അവരോട് സ്നേഹിച്ചു, അവൻ അവരോട് മനസ്സലിഞ്ഞു. എവിടൊക്കെ ഈ കൃപാവരം റിലീസായോ അവിടെ മരിച്ചവർ ഉയർത്തു. രോഗികൾ കരമടിക്കാമെങ്കിൽ കരമടിച്ച്, ശബ്ദം ഉയർത്താമെങ്കിൽ ശബ്ദമുയർത്തി. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം ഈ വരം നിങ്ങളുടെ അകത്തൊന്ന് ഇറങ്ങണം. ഈ വരം ഈ പട്ടണത്തിൽ വ്യാപരിക്കണം. ഈ വരം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വ്യാപരിക്കണം. ഈ വരം ദൈവ സഭകൾക്കകത്ത് വ്യാപരിക്കണം. ഇത് വ്യാപരിച്ചാൽ ദൈവ പ്രവൃത്തികൾ ആരംഭിക്കും. നിങ്ങൾ ഈ ഒരു ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഞാൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ചെറുതായാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായിരിക്കും. സ്വർഗസ്ഥനായ ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താ? പിതാവായ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മൾ പ്രാർത്ഥിച്ചതിന് മറുപടി തന്നതല്ല, നമ്മൾ ഉപവസിച്ചതിന് വിടുതൽ കിട്ടിയതും അല്ല. പിന്നെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ ഉപവസിക്കാതെ, ഞാൻ ചോദിക്കാതെ, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ തൻ്റെ പുത്രനെ അദ്ദേഹം എനിക്ക് തന്നു. ഓനെ, നീ പ്രാർത്ഥിച്ചിട്ടാണോ യേശു ക്രൂശിൽ മരിച്ചത്? യെല്ലോ ടീഷർട്ട്, നീ ചിരിച്ചുകൊണ്ടിരിക്കടാ. ഇതിൻ്റെ പേരെന്തുവാ? 21 ദിവസം ഞാൻ ഇവിടെ നിന്നാലും ഈ പേര് എനിക്ക് കിട്ടത്തില്ല. ഓക്കെ, എന്തുവാകട്ടെ മോനെ, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? നീ പ്രാർത്ഥിച്ചിട്ടാണോ പിതാവ് യേശുവിനെ നിനക്ക് തന്നത്? നീ എന്തേലും ചെയ്തിട്ടാണോ യേശു ക്രൂശി മരിച്ചത്? നീ ഉപവസിച്ചിട്ടാണോ യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി ഒഴുകിയത്? നമ്മൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ തരാമെങ്കിൽ ഇന്ന് നീ ദൈവത്തിൻ്റെ ശത്രുവല്ല. കർത്താവിനോട് പറയുന്നു, നിന്റെ ലൈഫിൽ ഒരു നിരപ്പ് നടക്കാൻ പോവുകയാണ്. പരിശുദ്ധനോട് പറയുന്നു, നീയും ദൈവവും തമ്മിലുള്ള വലിയൊരു ബന്ധത്തെ ദൈവം റീബിൽഡ് ചെയ്യുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ പൊളിഞ്ഞു കിടക്കുന്നൊരു ബ്രിഡ്ജിനെ ദൈവം പണിതെടുക്കുന്ന ലെവലിൽ നീയും ദൈവവുമായ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിന്നിലൂടെ തുടങ്ങാൻ പോകുന്നു.